എൻ്റെ പേര് ലിസി. ഞാൻ ഒല്ലൂർ ഇടവകയിൽ നിന്ന്, തൃശ്ശൂർ ഒല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം കാലിൽ മുട്ടുവേദന മാറിയതാണ്. 4 കൊല്ലമായിട്ട് കാലിൽ മുട്ടിൽ വേദനയ്ക്ക് ഇരിക്കാൻ, മുട്ട് മടക്കി താഴെ ഇരിക്കാനും മുട്ട് കുത്താനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറേ ചികിത്സകളൊക്കെ ചെയ്തിട്ടും കുറവുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനീതിയായിട്ട് അത്ഭുത ജപമാലയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത്. ഞാൻ 33 ദിവസം അത്ഭുത ജപമാല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിലിങ്ങനെ മുട്ടുവേദനയുള്ളവരൊക്കെ പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാനതൊക്കെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം അങ്ങനെ കസേരയിലിരുന്ന് ഇരിക്കുമ്പോൾ എനിക്ക് ഈ കാലും ഒരു കുഴപ്പം തോന്നിയില്ല. അങ്ങനെ ഞാൻ മുട്ടുകുത്തി നോക്കിയപ്പോൾ മുട്ടുകുത്താൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. മുട്ടുകുത്തുണ്ട്. പള്ളിയിൽ പോയാലും അതെനിക്ക് മുട്ടുകുത്താൻ, എനിക്ക് പള്ളിയിൽ പോകുമ്പോൾ മുട്ടുകുത്തണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്ക് സാധിച്ചു കിട്ടി. 6 മാസമായിട്ട് ഒരു മരുന്നും കഴിക്കണില്ല. കാലിൽ പള്ളിയിൽ പോയി മുട്ടുകുത്താനും താഴെ ഇരുന്നെങ്കിൽ പ്രാർത്ഥന ചെല്ലാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്ത രണ്ടാമത്തത് എൻ്റെ ആങ്ങളയ്ക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓപ്പറേഷത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഏകദിനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞ് എറണാകുളം ലിസി ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയമായിരിക്കുന്ന ജോയി എന്ന മകനെ അനുഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെ ഓപ്പറേഷൻ കുറച്ച് ഇതൊക്കെ പറഞ്ഞിരുന്നു, എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ നടന്നു. എന്നിട്ട് പിന്നെ 5-ാം ദിവസം പോരാൻ നേരത്ത് ബാത്റൂമിൽ കുളിക്കാൻ പോയപ്പോൾ ബോധമില്ലാണ്ട് ദൈവം താങ്ങി പിടിച്ച പോലെ ആൾ വീഴാണ്ട് കാത്തുരക്ഷിച്ചു. 5 ദിവസമായി ഉണ്ടായുള്ളൂ. ആ താഴെ വീണെങ്കിലത്തെ അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റില്ല. അതിന് അമ്മ മാതാവും ഈശോയും കൂടി താങ്ങി പിടിച്ചു നിന്ന് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കാലും ഇത്തിരി മുറിയും കൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ ആൾ മാറിക്കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് എൻ്റെ മകള് കല്യാണം കഴിഞ്ഞ് UK അവനെ ഭർത്താവ് അവിടെയാണ്. അപ്പോൾ അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എടുക്കാനായിട്ട് പോയിട്ട് ആദ്യത്തേതിൽ തോറ്റു. രണ്ടാമത്തേലും പ്രാർത്ഥിച്ചു. ഇതിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ രണ്ടാമത്തേൽ അവർ പറഞ്ഞു ജയിക്കില്ല, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് അവർക്ക് പാസ്സായി കിട്ടി. അതുപോലെ തന്നെ എനിക്ക് വായ്പുണ്ണ് ഒന്നിനെ മാറി കഴിയുമ്പോഴേക്കും അടുത്തത് വരും. അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അത്ഭുത ജപമാലയിൽ ഇങ്ങനെ പറഞ്ഞു വായ്പുണ്ണുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് 6 മാസമായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു അസുഖമില്ല. എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. വല്ല എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വായിൽ തൊലി പോയിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിണറ്റിൽ വെള്ളം അറ്റ വേനലാകുമ്പോൾ വറ്റും, ഒരു തുള്ളി വെള്ളമൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഇവിടുന്ന് ഞാൻ ഭൂതോച്ചാരണ വസ്തുക്കളായി കല്ലുപ്പും അന്നാവെള്ളമൊക്കെ കൊണ്ടുപോയി കിണറ്റിലിട്ടുണ്ടായിരുന്നു. അത്ഭുതം എന്ന് പറയാൻ തന്നെ അത്രയ്ക്കും വെള്ളം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടി, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അത്രയ്ക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വളർത്തു മൃഗങ്ങൾക്കായാലും അത് എന്തെങ്കിലും അസുഖം വന്ന് ഞാൻ ഈ ഹന്നാവെള്ളം ഉപ്പൊക്കെ കൊടുക്കും, അവർക്കും അതൊന്നും രക്ഷപ്പെട്ടു പോരും. അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് ഇതിൽ കൂടെ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി.